ലോകരാഷ്ട്രങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ അവസാനം വളരെയധികം നിരാശയോടെയാണ് അവസാനിച്ചത് എന്ന വിവരം പുറത്തു വന്നപ്പോൾ ഇന്ത്യ കടുത്ത തീരുമാനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അലാസ്ക ഉച്ചകോടിയിൽ നിന്നും വ്യക്തവും പോസിറ്റീവുമായ ഒരു ഫലം ലഭിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ത്യ കയറ്റുമതിക്ക് 25% അധിക US തീരുവ ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ഒന്നും ചെയ്തില്ല. എന്നാൽ ചർച്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ തീരുവയുടെ കാര്യത്തിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാമെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ഒരു കരാറിലെത്താൻ കഴിയാത്തത് വാഷിംഗ്ടണുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചർച്ചകളിൽ അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട മേഘം അവശേഷിപ്പിക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിൽ നിന്നും പ്രസിഡന്റ് പുടിന്റെ അമേരിക്കയെക്കുറിച്ചുള്ള സൗഹൃദ പരാമർശങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്വീകരണം ലഭിച്ചിട്ടും ഉക്രൈനിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞില്ല. ചർച്ചകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സുപ്രധാന കരാറിനെ കുറിച്ച് സംയുക്ത പത്രസമ്മേളനത്തിൽ പുടിൻ സംസാരിച്ചു. അതേസമയം ട്രംപ് ഗണ്യമായ പുരോഗതി അവകാശപ്പെട്ടെങ്കിലും ഒരു കരാറുമില്ലെന്ന് സ്ഥിരീകരിച്ചു. വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. ചിലത് അത്ര പ്രധാനമല്ല, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം. പക്ഷേ നമുക്ക് അവിടെ എത്താൻ വളരെ നല്ല സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പുടിനുമായുള്ള ചർച്ചകളെക്കുറിച്ച് ഉക്രൈനിയൻ യൂറോപ്യൻ നേതാക്കളോട് വിശദീകരിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ട്രംപുമായി ഉണ്ടാക്കിയ ധാരണകളെ US സഖ്യകക്ഷികൾ ദുർബലപ്പെടുത്തില്ലെന്ന് പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. യുദ്ധത്തിൽ റഷ്യയുടെ കാതലായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനൊപ്പം വാഷിംഗ്ടണുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിലാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. വടക്കൻ പസഫിക്കിലുടനീളമുള്ള അയൽക്കാരാണ് റഷ്യയും US എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അവരുടെ യുദ്ധകാല സഹകരണം ഉണർത്തി വിശാലമായ വാണിജ്യ തന്ത്രപരമായ ഇടപെടലിനുള്ള സാധ്യതകൾ എടുത്തു കാണിച്ചു. മോസ്കോയുമായി ഒരു പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ ട്രംപ് ഗണ്യമായ രാഷ്ട്രീയ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യയുമായുള്ള സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വ്യവസ്ഥകളിൽ നിന്ന് സ്വന്തം ഭരണകൂടത്തിനും അറ്റ്ലാന്റിക്കിലുടനീളം ആഴത്തിലുള്ള ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. മോസ്കോയുടെ ആക്രമണത്തിന് പ്രതിഫലം നൽകുന്ന ഏതൊരു ഒത്തുതീർപ്പിനെയും യൂറോപ്യൻ സഖ്യകക്ഷികൾ ഭയപ്പെടുന്നു. അതേസമയം ട്രംപ് ഒരു വിദേശ നയ വിജയമായി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വഴിത്തിരിവിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അടിയന്തര ആശങ്ക ട്രംപ് തന്റെ ഉക്രൈൻ തന്ത്രവുമായി ബന്ധിപ്പിച്ച ശിക്ഷാ നടപടികളിലാണ്. വെടിനിർത്തൽ അംഗീകരിക്കാൻ പുടിന്റെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വാഷിംഗ്ടൺ ഇന്ത്യൻ കയറ്റുമതിക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചു. ഡൽഹി റഷ്യൻ എണ്ണ തുടർച്ചയായി വാങ്ങുന്നതുമായി ഇത് വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2022 അധിനിവേശത്തിന് ശേഷം ഇന്ത്യ റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഡിസ്കൗണ്ട് വാങ്ങുന്ന രാജ്യമായി മാറി. ഈ നീക്കം അതിന്റെ ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തി. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നിശ്ചിത വിമർശനം ഏറ്റുവാങ്ങി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വലിയ ഇറക്കുമതിക്കാരെ ലക്ഷ്യം വെക്കുന്നത് മോസ്കോയുടെ വരുമാനത്തിൽ കുറവുണ്ടാക്കുമെന്നും ഉക്രൈനിൽ വിട്ടുവീഴ്ചയിലേക്ക് നയിക്കുമെന്നും US ഭരണകൂടം വാദിക്കുന്നുണ്ട്. ഉച്ചകോടിയുടെ തലേന്ന് സമാധാന കരാർ നിലവിൽ വന്നില്ലെങ്കിൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന യൂറോപ്പ് റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വാഷിംഗ്ടണിനൊപ്പം ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.